Hello, hi dear students. Welcome to TOS Academy. നമ്മുടെ VHSC HST ബാച്ച് നമ്മൾ ഡിസംബർ 2 മുതൽ സ്റ്റാർട്ടായി. എല്ലാവരും നമ്മുടെ ഡെമോ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു ഡെമോ എക്സാമും നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം കൂടുതലായിട്ട് നമ്മുടെ കോഴ്സിനെ കുറിച്ചും എങ്ങനെയൊക്കെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു ലൈവ് സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും ആദ്യമേ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നന്നായിരിക്കും. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, മീൻസ് കുറെ വർഷമായോ അല്ലെങ്കിൽ ഇപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ, ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ നല്ലതായിരിക്കും. അത് ആദ്യമേ ഒന്ന് ചെയ്താൽ നമുക്ക് അതിനനുസരിച്ചിട്ടൊക്കെ കാര്യങ്ങളൊക്കെ പറയാലോ. അതല്ലേ മിസ്സേ നല്ലത് അല്ലേ? നമ്മളൊന്ന് എല്ലാവരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോട്ടെ അല്ലേ? അപ്പൊ ഒന്ന് പേര് വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പേര് വിളിക്കുന്നില്ല, നിങ്ങൾ ഓരോരുത്തരായിട്ടൊന്ന് വന്ന് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഹായ് കാവ്യ രമേശ്. ഹലോ ഹലോ മാം. പറഞ്ഞു കാവ്യ, എന്ത് ചെയ്യുന്നു? ഹലോ മാം, ഗുഡ് ഈവനിങ്. എന്റെ പേര് കാവ്യ രമേശ്. ഞാനിപ്പോ കറന്റ്ലി കുറ്റൂരുള്ള ഒരു ഗവൺമെന്റ് സ്കൂളിൽ ഗസ്റ്റ് അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുന്നു. സെക്കൻഡറി സ്കൂളിലാണ്. ജസ്റ്റ് 2 വർഷമായിട്ടുള്ളൂ BEd കഴിഞ്ഞിട്ട്. ഓക്കെ. അപ്പൊ നല്ല ടച്ചിലുണ്ട്. അപ്പൊ കുഴപ്പമില്ല, നമുക്ക് കാര്യങ്ങളൊക്കെ ക്ലാസ്സസ് ഒക്കെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ ഫോളോ ചെയ്യാനൊക്കെ പറ്റുമല്ലോ. ശരി. മാം, താങ്ക് യു. ഓക്കെ. ബാക്കി 2-3 ആൾക്കാരുണ്ടായിരുന്നു, എല്ലാരും പോയോ? 2-3 ആൾക്കാർ ഇപ്പൊ ലെഫ്റ്റ് ആയിണ്. നമ്മള് ഡെമോ ക്ലാസ് കണ്ടിട്ട് കാവ്യ എന്താണ് കാവ്യ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തൊക്കെയാണ് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. ആദ്യത്തെ 2 ക്ലാസ്സുകളാണ് കണ്ടത്. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഡയറക്റ്റ് ഞാൻ ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പൊ റിച്ചാർജ് ചെറിയാൻ ഒന്ന് പറയാവോ? റിച്ചാർജ് എന്തൊക്കെയാണ്? ആ കുട്ടിക്ക് എനിക്കൊന്ന് ജോയിൻ ചെയ്യാൻ ആവാഞ്ഞിട്ടാണ്. കുറെ പ്രാവശ്യമായി ലെഫ്റ്റ് അടിച്ചു. ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ലെഫ്റ്റ് ആയെന്ന് തോന്നുന്നു മിസ്സേ. അങ്ങനെയാണോ? എല്ലാവരും ലെഫ്റ്റ് ആയെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് കാവ്യ തുടങ്ങുമ്പോഴത്തേക്ക് 4 പേരെങ്ങാണ്ട് ഉണ്ടായിരുന്നു, അവര് 4 പേരും പോയി. ടീച്ചേഴ്സ് ആവാൻ പോകേണ്ട ആൾക്കാരല്ലേ മിസ്സേ. അപ്പൊ എന്താ ചെയ്യുന്നേ നമ്മള്? അനാലിസിസിലോട്ട് കടന്നു മിസ്സേ. കാവ്യ മാത്രമേ ഉള്ളൂ തോന്നുന്നു. റെക്കോർഡഡ് സെഷൻ പ്രൊവൈഡ് ചെയ്യാം നമുക്ക്. ഒന്നുകൂടെ മെസ്സേജ് ഇടാമേ. മിസ് ഇടുന്ന പറഞ്ഞല്ലേ എന്നോട് ഇടാനോ? ഞാൻ ഇട്ടോളാം മിസ്സേ, മിസ് അത് കണ്ടിന്യൂ ചെയ്തു. സിലബസ് അനാലിസിസ് ആണ് തുടങ്ങാൻ പോവാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ കാവ്യ, നമുക്ക് ടോസിനെ കുറിച്ച് കാവ്യ കേട്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് ഇപ്പം ഓൾറെഡി ഇപ്പൊ VHST ഒരു ബാച്ച് റണ്ണിങ് ആണ്. നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ബാച്ച് ഉണ്ട്. അതിന് മുമ്പേ നമ്മള് അതിന് 2 മാസം മുമ്പേ നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ലോങ് ടേം ബാച്ച്. അപ്പൊ അതും ഈ 2 ബാച്ച് റണ്ണിങ് ആയി പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിന്റെ കൂടെയാണ് ഇപ്പൊ നമ്മള് ഈ പറഞ്ഞ ബാച്ച് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ആൾക്കാർ വന്ന് ജോയിൻ ആവുന്നുണ്ട്, അതാണ് ഞാനൊന്ന്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. പിന്നെ നല്ല റിസൾട്ടും ഉണ്ട് നമുക്ക്. ഇപ്പൊ കേട്ടറ്റ്, സെറ്റ് പോലത്തെ അത്യാവശ്യം എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിലും നമ്മള് ടോസ് അക്കാഡമി ഇതിന്റെ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോ നമുക്കിപ്പോ കഴിഞ്ഞ പ്രാവശ്യമുള്ള HSST പല ബാച്ചസിലും നമുക്ക് നല്ല റിസൾട്ട് ഉണ്ട്. അതൊന്ന് നിങ്ങള് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ.
ഓരോരുത്തർ ജോയിൻ ചെയ്തത് കൊണ്ട് എനിക്കൊന്ന് അങ്ങോട്ടേക്ക് പോകേണ്ടി വരുന്നതാണ്. യെസ്, അപ്പം നമ്മുടെ സാധാരണ നമ്മുടെ HSST കെമിസ്ട്രി ഇപ്പം ലോങ് ടേം ബാച്ചുകൾ 2 റണ്ണിങ് ആണെന്ന് പറഞ്ഞു. അതില് ക്ലാസ്സസ് എടുക്കുന്നത് ഇപ്പൊ നമ്മുടെ കൂടെയുള്ള ഫാക്കൽറ്റീസ് ആണ്. അതായത് ഡോക്ടർ ദിവ്യ മിസ്സും ഹരിത മിസ്സും പിന്നെ ഞാനുമാണ് ക്ലാസ്സസ് നിങ്ങൾക്ക് എടുക്കുന്നുണ്ടാവുക. അപ്പം ഞാനിപ്പോ ഉദ്ദേശിക്കുന്നത് സിലബസ് അനാലിസിസ് നിങ്ങൾക്കൊന്ന് ആദ്യം നമ്മൾ സിലബസ് ഒന്ന് പരിചയപ്പെടുത്തി തരണം. അപ്പൊ ഈ സിലബസ് അനാലിസിസിന് ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇനോർഗാനിക് കെമിസ്ട്രിയിലുള്ള മൊഡ്യൂളാണ്. അപ്പോൾ ഇനോർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി, അങ്ങനെയാണ് നമുക്കൊരു റുട്ടീൻ പോകുന്നത്. അതില് 3 മൊഡ്യൂൾസ് വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു സിലബസിൽ കവറപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇനോർഗാനിക്കിന്റെ ഓരോ മൊഡ്യൂളിലും നമ്മൾ ഒരു 8 മാർക്സ് വീതമാണ് ഉള്ളത്. അപ്പം ടോട്ടൽ ഒരു 24 മാർക്സിന് ഔട്ട് ഓഫ് 100 നമുക്ക് ഇനോർഗാനിക് കെമിസ്ട്രി വരും. ദെൻ നമുക്കറിയാം ഈ ഒരു ഓരോ ഭാഗങ്ങളും ഇങ്ങനെ തന്നെ നമുക്ക് ഓരോ ടീച്ചേഴ്സ് പറയും കേട്ടോ, അവരുടെ ഭാഗങ്ങൾ അവരവര് പറയും. പ്ലസ് നമുക്ക് ഒരു GK സെഷൻ കൂടി ഉണ്ടായിരിക്കും 20 മാർക്കിന്റെ. അപ്പൊ അതിനും സെപ്പറേറ്റ് നമ്മള് ടീച്ചേഴ്സ് നമുക്ക് കോഴ്സ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പിന്നെ ഞാൻ ഇന്ന് ഇപ്പൊ ഉദ്ദേശിക്കുന്നത് ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നമുക്ക് എന്തൊക്കെ കുറെ കാര്യങ്ങൾ അല്ലെ, നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളാണ്. നമുക്കിപ്പം മൊഡ്യൂൾ 1 നോക്കുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ മോളിക്യൂൾസിന്റെ സ്ട്രക്ചർ ആൻഡ് ബോണ്ടിങ്, അത് നമുക്ക് അല്ലെങ്കിൽ കെമിക്കൽ പീരിയോഡിസിറ്റി എന്ന് പറയുന്ന ഭാഗങ്ങള്, P ബ്ലോക്ക്, D ബ്ലോക്ക്, അങ്ങനത്തെ നമുക്ക് മൊത്തത്തിൽ ആ ഒരു പീരിയോഡിക് ടേബിളിലെ ഓരോ ഗ്രൂപ്പുകളെ കുറിച്ചിട്ടുള്ള വ്യക്തമായ ധാരണ നമുക്ക് ആവശ്യമുണ്ട്. അപ്പം അത് നമുക്ക് കൃത്യമായിട്ടുണ്ടായിരിക്കണം. അതിന്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ ഒരു ഭാഗം പോലും വിടാതെ തന്നെ നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളത് നമുക്ക് ആസിഡ് ബേസ് കോൺസെപ്റ്റുകളാണ് രണ്ടാമത്തെ ഒരു മേജർ പാർട്ടായിട്ട് വരുന്നത്. അതിൽ HSAB പ്രിൻസിപ്പിൾസും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതൊക്കെ ഓൾറെഡി നമുക്ക് കൃത്യമായിട്ടുള്ള ക്ലാസ്സസും നോട്ട്സും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഉള്ളത് സൾഫർ നൈട്രജൻ കോമ്പൗണ്ട്സ്, പിന്നെ ഈ ബോറൈൻസ്, കാർബോറൈൻസ്, പിന്നെ നമുക്ക് കുറെ പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ച ഒരു ഭാഗമാണ് സ്റ്റിക്സ് നമ്പേഴ്സിന്റെ ഭാഗം, പിന്നെ വെയ്റ്റ്സ് റൂള്. അങ്ങനെ കുറച്ച് നമ്മുടെ രണ്ടാമത്തെ ഒരു സെഷൻ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കുറച്ച് കോമ്പൗണ്ട്സുകൾ അല്ലെ, ഫോസ്ഫറസ് നൈട്രജൻ കോമ്പൗണ്ട്സ്, ബോറോൺ നൈട്രജൻ കോമ്പൗണ്ട്സ്, അങ്ങനത്തെ കുറച്ച് കോമ്പൗണ്ട്സിന്റെ ഭാഗങ്ങൾ, നമ്മൾ ഇനോർഗാനിക് കോമ്പൗണ്ട്സിന്റെ ഭാഗങ്ങൾ പഠിക്കാറുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു സെഷൻ എന്ന് പറയുന്നത് കോർഡിനേഷൻ കെമിസ്ട്രിയുടെ ഭാഗത്തു നിന്നാണ്. നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു 2023-ലും 18-ലും ഒക്കെ ക്വസ്റ്റ്യൻസ്, HSSTന്റെ ക്വസ്റ്റ്യൻസ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് കോർഡിനേഷനിൽ ഒരു പിടി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓരോ തവണയും 3-4 ക്വസ്റ്റ്യൻസ് ഇല്ലാതെ കോർഡിനേഷൻ കെമിസ്ട്രിന്ന് നമ്മൾ എക്സാമിൽ വരാണ്ടിരുന്നിട്ടില്ല. അത്രയും ഇമ്പോർട്ടന്റ് ആണ് കോർഡിനേഷൻ കെമിസ്ട്രി. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓർഗാനിക് കെമിസ്ട്രിയിലുള്ള, കോർഡിനേഷൻ കെമിസ്ട്രിയിലുള്ള. ഓക്കെ, ദെൻ നെക്സ്റ്റ് മൊഡ്യൂൾ 2 ആണ്. അതിനും 8 മാർക്സ് വീതമാണുള്ളത്. അതിന് നമ്മൾ ആദ്യം നമുക്ക് ടേം സിംബൽസും കാര്യങ്ങളും കുറച്ച് നല്ലോണം അറിയാനുണ്ട്. പിന്നെ നമുക്ക് ഡൈനാമിക്സ് സുൽഗാനോ ഡയഗ്രാംസ്, പിന്നെ ഈ ഇലക്ട്രോണിക് സ്പെക്ട്രകള്, പിന്നെ സ്പെക്ട്രോസ്കോപ്പികൾ തന്നെ IR രാമനും, ദെൻ NMR, ESR ഒക്കെ ഇനോർഗാനിക് സ്പെക്ട്രോസ്കോപ്പികൾ, മോസ്ബാർ, അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് അതും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ESR, മോസ്ബാർ എന്നൊക്കെ എന്തായാലും ഒരു ക്വസ്റ്റ്യൻസ് വീതം എന്ന രൂപത്തിൽ തന്നെ ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ എക്സാംസിലൊക്കെ. അപ്പൊ അതും നല്ല രീതിക്ക് തന്നെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചിട്ട് പോകാനുള്ള ഒരു ഇത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, പിന്നെ നമുക്ക് ഈ പറഞ്ഞ അതായത് നമ്മൾ ഇനോർഗാനിക് കെമിസ്ട്രി തന്നെ സ്ട്രക്ചറൽ ലൂസിഡേഷൻ ഉള്ളൊരു ഭാഗമുണ്ട്. അതില് നമുക്ക് ഓരോ ലിഗാൻഡ് വൈബ്രേഷൻസും അല്ലെ, നമുക്കിപ്പോ F19 NMR വെച്ചിട്ട്, P30 NMR വെച്ചിട്ട്, ESR സ്പെക്ട്രം വെച്ചിട്ട്, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് സ്ട്രക്ചറൽ ലൂസിഡേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ നമ്മള് ഓരോ കോമ്പൗണ്ട്സിനെ തന്നിട്ട് F19 തരുന്ന അവരുടെ സിഗ്നൽസിനനുസരിച്ചിട്ട് ഏതാണ് കോമ്പൗണ്ട്,
എന്നുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ ESR മെയിൻ ആയിട്ട് നിങ്ങൾക്ക് അറിയാം കോപ്പർ കോംപ്ലക്സുകൾക്കായിരിക്കും ESR നമ്മൾ നോക്കാറുള്ളത്. പിന്നെ ഈ മോസ്ബാർ ആകുന്ന സമയത്ത് അയണിന്റെയും ടിന്നിന്റെയും കോംപ്ലക്സുകൾ അവർക്കുള്ള ഭാഗങ്ങൾ അത് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെയാണ്. കാരണം HSST നമ്മൾ എക്സാംസ് നമ്മൾ നോക്കുവാണെങ്കിലും നമ്മൾ ഒരു CSIR ലെവലിലേക്ക് കാര്യങ്ങൾ എന്താ പറയാ നമ്മൾ മുൻകൂട്ടി കാണണം. നമുക്ക് ആ ഒരു വിഷമം വേണം. കാരണം ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്ത് പഠിച്ചിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട്. സ്റ്റാൻഡേർഡ് ഓഫ് ക്വസ്റ്റ്യൻ വളരെ ഹൈ ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എത്രത്തോളം നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. എന്നാലേ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ കുറെ തിയറി മാത്രം ബേസ് ചെയ്തിട്ട് പോയിട്ടും കാര്യമൊന്നും ഉണ്ടാവില്ല. കാരണം ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ ഏറ്റവും ലെസ് ടൈമിൽ മോർ ക്വസ്റ്റ്യൻസ് എന്നൊരു രൂപത്തിലാണ് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത്. എന്നാലാണ് ആദ്യത്തെ ഒരു 10 റാങ്കിൽ എന്ന് പറയണ്ട, ഫസ്റ്റ് റാങ്ക് എന്ന് തന്നെ ഓരോരുത്തരും വിചാരിക്കുക. എന്നാലാണ് നമുക്ക് മുന്നോട്ടേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വേണം നമ്മള് നമ്മുടെ ആ ഒരു പ്രിപ്പറേഷൻസിനെ കാണാൻ വേണ്ടിയിട്ട്. ഒരു തരത്തിലും നമ്മൾ അതിന് ബാക്കോട്ട് അടിക്കുന്ന ഒരു പ്രവണത ഉണ്ടാവാൻ പാടില്ല. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഡ്രീം ജോബ് നമുക്കൊന്ന് കൈക്കലാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് പിന്നെ അത്യാവശ്യം നമ്മുടെ ആ ഒരു OMC ഭാഗങ്ങള്, ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സിന്റെ കുറച്ച് കെമിസ്ട്രിയുടെ കുറച്ച് ഭാഗങ്ങള്, അതും ഈ പറയുന്ന കൂട്ടത്തില് കോർഡിനേഷൻ OMC ഒക്കെയാണ് മെയിൻ ആയിട്ട് ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ഭാഗങ്ങളിൽ നമ്മൾ വളരെ കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ അതും നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മളെ ഈ പറയുന്ന ബയോ ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ഭാഗങ്ങള്, പിന്നെ അതിൽ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതും നിങ്ങൾക്ക് നോക്കണം. പിന്നെ നമ്മള് ഈ പറയുന്ന മെറ്റൽ ക്ലസ്റ്റേഴ്സിന്റെ ഭാഗങ്ങൾ അല്ലെ, മെറ്റൽ ക്ലസ്റ്റേഴ്സിന്റെ ഭാഗങ്ങളില് പിന്നെ വേറെ കുറെ റിയാക്ഷൻസ് ഇല്ല, ഹൈഡ്രോഫോർമൈലേഷൻ റിയാക്ഷനും പോളിമറൈസേഷനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങള്. ഇതൊക്കെ നമുക്കിപ്പോ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളായിട്ടല്ലല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാം, MSc ഒക്കെ പഠിച്ച ഏതൊരാൾക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇതൊന്നും വലിയൊരു ബുദ്ധിമുട്ടല്ല. നമ്മൾ ഇരുന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ബുക്സുകൾ നമ്മൾ റെഫർ ചെയ്യുക, അതിലുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു രീതിയൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ മാക്സിമം നമ്മൾ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാമല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ എങ്ങനെ വരും എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിന്റെ ഓപ്ഷൻസ് ഒക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി അതൊക്കെ ഒരു രസമായിട്ട് എടുക്കുക. എന്നാലാണ്, അല്ലെങ്കിൽ ഒരു ചിലപ്പം ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആകുമ്പോൾ നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം പഠിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്ട്രെസ്സുകൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്നിത് നമ്മളെ രീതിയിൽ തന്നെ നമുക്കൊന്ന് ആനന്ദകരമാക്കണം. എന്നാലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. കുറെ ടെൻഷൻസ് ആണെങ്കിലും കുറെ എന്താ പറയാ, നമുക്ക് ഭയങ്കര ഒരു ക്ഷീണമൊക്കെ ഉണ്ടാവും അല്ലെ. നമ്മള് ഈ ഒരു സമയത്തൊക്കെ ആകുമ്പോൾ നമ്മൾ റിലാക്സ്ഡ് മൂഡിലേക്ക് എത്തും. അപ്പൊ പിന്നെ പഠിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ചില ആൾക്കാർക്ക് തോന്നും. അത് സെൽഫ് മോട്ടിവേഷന് ചെറിയൊരു കുറവുള്ളത് കൊണ്ടാണ്. അപ്പൊ ആ സെൽഫ് മോട്ടിവേഷൻ കുറവുള്ള ആൾക്കാര് അത് ആദ്യം ഉണ്ടാക്കിയെടുക്കണം. നമ്മളിപ്പം പുറത്തുനിന്ന് ഏതൊരു മോട്ടിവേഷൻ കൊണ്ടുവന്നാലും നമുക്ക് അതിനൊരു പരിധിയുണ്ട് അല്ലെ. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യണം, അതായത് നമ്മുടെ മനസ്സിൽ തന്നെ കൊണ്ടുവന്ന്, അതായത് എനിക്ക് ഈ ഡ്രീം ജോബ് എനിക്ക് കിട്ടണം എന്നുള്ള ഒരു ഭയങ്കര പെർസീവറൻസ് നമുക്ക് ആവശ്യമുണ്ട്. അത് നമ്മൾ ഓരോരുത്തരും മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. അത് വെച്ചിട്ടാണ് നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങേണ്ടത്. എന്നാലാണ് സക്സസിലേക്ക് എത്തത്തുള്ളൂ. യെസ്, ഇനി മൊഡ്യൂൾ 3 ഇനോർഗാനിക് കെമിസ്ട്രി ഇനോർഗാനിക്സ് മൊഡ്യൂൾ 3 8 മാർക്സ് തന്നെയാണ് നമുക്ക് ഈ ഭാഗത്തുനിന്നുള്ളത്. ഇതിൽ നമ്മള് ന്യൂക്ലിയർ കെമിസ്ട്രിയുടെ കുറച്ച് ഭാഗങ്ങള്, സോളിഡ് സ്റ്റേറ്റിന്റെ കുറച്ച് ഭാഗങ്ങള്, പിന്നെ എക്സ്റേ ഡിഫ്രാക്ഷൻ അതിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അത്. പിന്നെ നമുക്ക് ഉള്ള ടോപ്പിങ്ങും കാര്യങ്ങളും നമുക്കറിയാം സെമി കണ്ടക്ടേഴ്സ് അതിന്റെ അപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ. പിന്നെ ഉള്ളത് നമ്മളെ കുറച്ച് അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ്, ഇനോർഗാനിക് അഡ്വാൻസ്ഡ് മെറ്റീരിയൽസിന്റെ കുറച്ച് ഭാഗങ്ങൾ. അത് ഏകദേശം എത്രയൊക്കെ പറ്റും അത്രയും നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ക്ലാസ്സസ് നമ്മൾ എന്തായാലും എല്ലാ നമ്മളെ സിലബസ് വെച്ചിട്ട് ഫുൾ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും.
അപ്പം അതൊന്ന് ശ്രദ്ധിക്കാം. ഇതിലെ ഇമ്പോർട്ടന്റ് ഉള്ള ഭാഗങ്ങളാണ് നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്തിട്ട് പഠിക്കേണ്ടത്. നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റുന്നത് നമ്മൾ ലാസ്റ്റ് ഇയർ മീൻസ് 2023 SST എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് സാമ്പിൾ ആയിട്ട് നമ്മൾ എടുക്കുക. അത് വെച്ചിട്ട് നമ്മൾ ഏകദേശം ഏതൊക്കെ ഭാഗങ്ങളിൽ അത്യാവശ്യം ഏതൊക്കെ സ്പെക്ട്രോസ്കോപ്പികൾ ഇനോർഗാനിക് സ്പെക്ട്രോസ്കോപ്പിയിൽ F19 P31 ബോറൈൻ ഒക്കെ നമുക്ക് സാധാരണ ചോദിക്കുന്ന ഭാഗങ്ങളാണ്. പിന്നെ ESR മോസ്ബാർ അതൊക്കെ ഒരു ഭാഗമാണ്. അപ്പൊ സ്പെക്ട്രോസ്കോപ്പിന്റെ ഭാഗത്ത് നമ്മൾ അതൊക്കെ ഫുൾ കവർ ചെയ്യണം. അപ്പൊ ചെറിയ ചെറിയ ഇങ്ങനത്തെ ഇപ്പൊ സോളിഡ് സ്റ്റേറ്റിന്റെ ഒരു ഭാഗം എടുക്കുകയാണ്. സോളിഡ് സ്റ്റേറ്റിലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞതിനൊക്കെ ചോദിച്ചത്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്കത് പറ്റുന്ന അല്ലെങ്കിൽ ഏതൊരാൾക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ ഒരു ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അത് പഠിച്ചാൽ മാത്രമേ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് നമ്മൾ റെഗുലർ ക്ലാസ്സസ് തുടങ്ങുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ എല്ലാ സിലബസിൽ ഓരോ ലൈനിൽ കൂടെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനോർഗാനിക് കെമിസ്ട്രിന്റെ ഭാഗങ്ങള് ആണ് ഇതുള്ളത്. ഇനിയിപ്പം അടുത്തത് നമുക്ക് ദിവ്യ മിസ്സും അല്ലെങ്കിൽ ആയാലും അടുത്ത നിങ്ങളുടെ ഒരു ഫിസിക്കൽ കെമിസ്ട്രിയോ അല്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയോ പറയുന്നതായിരിക്കും. Okay, thank you. Is there? ഓ എന്താ പറഞ്ഞേ? സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. ഓക്കെ മിസ്. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ട്. അതല്ലേ, ഓക്കെ. ദിവ്യ മിസ് ക്ലിയർ ആവുന്നില്ലല്ലോ സാർ. പക്ഷെ സ്പീഡ് കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ട് മിസ്സേ. ഞാൻ സംസാരിക്കുന്നില്ലല്ലോ മിസ്സേ ഇപ്പോഴോ? ഇപ്പൊ ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, മിസ്സേ ബ്രേക്ക് വല്ലതും വരുവാണെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി ആണ്. ഇനോർഗാനിക് കെമിസ്ട്രി നിബ്ല മിസ് പറഞ്ഞു. അപ്പൊ ഓർഗാനിക് കെമിസ്ട്രിയിൽ മൊഡ്യൂൾ 4 ആദ്യത്തെ മൊഡ്യൂളിൽ നിന്ന് 8 മാർക്കിന്റെ ചോദ്യമാണ് വരുന്നത്. അപ്പൊ PSC ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഇടുന്നത്. ഓർക്കുക, PSC എക്സാം, VHSC, HSST ഇതിന് രണ്ടുവേണ്ടിയും കൂടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കമ്പൈൻ ബാച്ചിലേക്കാണ് ജോയിൻ ചെയ്യുന്നത്. ആ ഡീറ്റെയിൽസ് എല്ലാം മിസ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. കമ്പൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ VHSC ഇപ്പം 6 മാസത്തിനുള്ളിൽ എക്സാം കഴിയും. അപ്പോൾ VHSCയുടെ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ VHSCയുടെ എക്സാം കഴിയുന്നിടം വരെ ആയിരിക്കും നിങ്ങൾക്ക് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. HSST ലേക്കാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ
HSST നടക്കുന്നിട വരെയാണ്. അപ്പൊ അതിന് ആ പേയ്മെന്റും ഡീറ്റെയിൽസും എല്ലാം അറിയാൻ മിസ് ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. പിന്നെ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ HSST ആണെങ്കിലും VHSC ആണെങ്കിലും സെയിം സിലബസ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. എല്ലാ PG എക്സാമിനും ഈ സിലബസ് ആണ് PSCയുടെ. ഓക്കെ, ഓർഗാനിക് കെമിസ്ട്രി 8 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓർഗാനിക് കെമിസ്ട്രിയുടെ കാര്യങ്ങൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യം തൊട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നോമൻക്ലേച്ചർ ഉണ്ട്. അതിൽ സൈക്ലിക് ഫ്യൂസ്ഡ് കോമ്പൗണ്ട്സ് സെറ്റിനൊക്കെ ഇപ്പോൾ സൈക്ലിക്കും ഫ്യൂസ്ഡ് കോമ്പൗണ്ട്സും ഒക്കെ നോമൻക്ലേച്ചർ വരുന്നുണ്ട്. അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യം മുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിന്റെയും നോമൻക്ലേച്ചർ നമ്മൾ അറിയണം. അതിനുശേഷം മോളിക്കുലാർ സിമെട്രി ആൻഡ് കൈറാലിറ്റി ആണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റീരിയോ കെമിസ്ട്രി, അതുപോലെ തന്നെ സ്റ്റീരിയോ കെമിസ്ട്രി ആണ് കൈറാലിറ്റി ആ ഒരു സെക്ഷനിൽ വരുന്നത്. അതും ഈ പറഞ്ഞ പോലെ ബേസിക് തൊട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് റെഫർ ചെയ്യുന്നതാണ് നല്ല കാര്യമാണ്. നമ്മൾ ടോസിൽ ഇതെല്ലാം ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് നോട്ട്സും ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നത്. സമയമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ റെഫറൻസിന് വേണ്ടി സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നത് നല്ലതായിരിക്കും. സ്റ്റീരിയോ കെമിസ്ട്രിയുടെ കൽസിയും അതുപോലെ എലീലും നാസിപ്പുരിയും ഒക്കെ നല്ല റെഫറൻസുകളാണ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, മാക്സിമം നിങ്ങൾ തിയറി മാത്രം പഠിച്ചു പോകാതെ ഒപ്പത്തിനൊപ്പം ക്വസ്റ്റ്യൻസ് കൂടെ വർക്കൗട്ട് ചെയ്തു പോകും. എത്ര ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നോ അത്രയ്ക്കും നിങ്ങൾക്ക് എക്സാം ഫ്രണ്ട്ലി ആയിട്ട് മാറും. നമ്മൾ കുറെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ തിയറിയിൽ പഠിക്കാത്ത കുറച്ച് പോയിന്റ്സും കൂടെ ഒക്കെ ഒരു പുത്തൻ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഈ നമ്മൾ പഠിച്ചൊരു ക്വസ്റ്റ്യൻ അല്ലാതെ വേറൊരു ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ഇത്രയും വെച്ച് പഠിച്ച് ഈ PYQs ചെയ്ത് പഠിച്ചതിന്റെ ഒരു ബേസിൽ നമുക്ക് കാര്യങ്ങളിലേക്ക് മീൻസ് ആൻസറിലേക്ക് പുതിയ ക്വസ്റ്റ്യനിൽ നിന്നൊക്കെ എത്താനായിട്ട് പറ്റും. അപ്പോൾ തിയറി മാത്രം ബൈഹാർട്ട് ചെയ്ത് പോവുകയല്ല, മാക്സിമം ക്വസ്റ്റ്യൻസ് കൂടെ വർക്ക്ഔട്ട് ചെയ്ത് പോകണം. ദെൻ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഓർഗാനിക് റിയാക്ഷൻസ് ആണ്. അവിടെയും നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ്, അതുപോലെ തന്നെ അരോമാറ്റിസിറ്റി വേണം, അതുപോലെ തന്നെ ആന്റി അരോമാറ്റിസിറ്റി, ഹക്കൽസ് റൂള്, ആ കാര്യങ്ങളെല്ലാം തന്നെ സിലബസിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് റിയാക്ഷൻസ്, സബ്സ്റ്റിറ്റ്യൂഷൻ, അഡീഷൻ, എലിമിനേഷൻ, റീഅറേഞ്ച്മെന്റ് അത് വെച്ച് പറയുന്നുണ്ട്. പിന്നെ കറക്റ്റ് ആയിട്ട് എല്ലാ റിയേജൻസുകളും റിയാക്റ്റീവ് ഇന്റർമീഡിയറ്റ്സ്, നൈട്രീൻസ്, കാർബീൻസ്, ഫ്രീ റാഡിക്കൽസ്, ഇതെല്ലാം അതിന്റെ ആപ്ലിക്കേഷൻസിന്റെ ആവശ്യമുണ്ട്. നെയിംഡ് റിയാക്ഷൻസ്, അതുപോലെ ആൽക്കൈൻ കപ്ലിംഗ് റിയാക്ഷൻസ് ഉണ്ട്. അത് നമ്മുടെ ഓർഗാനോമെറ്റാലിക് കാറ്റലിസ്റ്റ് വന്നിട്ടുള്ള കപ്ലിംഗ് റിയാക്ഷൻസ്, അത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കാം. ലൈക്ക് സുസുക്കി കപ്ലിംഗിൽ ഏത് റിയേജന്റ് ആണ് യൂസ് ചെയ്യുന്നത്, ഏത് പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത്, സ്റ്റിൽ കപ്ലിംഗിനകത്ത് എന്താണ് വരുന്നത്, ഒക്കെ ടൈപ്പ് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പറഞ്ഞിരിക്കുന്ന നെയിംഡ് റിയാക്ഷൻസ് എല്ലാം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. E1, E1, E2, E1CB, ചുരുക്കി പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഡിഗ്രി അല്ല +1 മുതൽ നിങ്ങൾ MSc വരെ എന്തൊക്കെ ഓർഗാനിക്കിൽ പഠിച്ചിട്ടുണ്ടോ അതെല്ലാം ഈ സിലബസിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് തന്നിട്ടുമുണ്ട്. അതുപോലെ ഹോഫ്മാൻ സ്റ്റേറ്റ്സ് ഓഫ് എലിമിനേഷൻ, PGയിൽ നമ്മൾ കണ്ടുമുട്ടിയതാണ്. ഷാപ്പിറോ, പെറ്റേഴ്സൺ, ജൂലിയ ഒലിഫിനേഷൻ, വിറ്റിക് ആൻഡ് ഹോണർ റിയാക്ഷൻ, ഷുഗേവ് റിയാക്ഷൻ, കോപ്പ് എലിമിനേഷൻ, സോഡിയം ഇൻ ലിക്വിഡ് അമോണിയയുടെ സ്പെസിഫിസിറ്റി ഉണ്ടല്ലോ, സിസ് ആൽക്കീൻ ആണോ ട്രാൻസ് ആൽക്കീൻ ആണോ തരുന്നത്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ റിയേജന്റ് തന്നെ സോഡിയം ഇൻ ലിക്വിഡ് അമോണിയയും ലില്ലാസ് കാറ്റലിസ്റ്റും വളരെ സ്പെഷ്യൽ ആണ്. അവർ കൺവേർട്ട് ചെയ്യുന്ന ആൽക്കൈൻ ടു ആൽക്കീൻ വളരെ സ്റ്റീരിയോ സ്പെസിഫിക് ആണ്. സിസ് ആൽക്കീൻ തരുന്നതും ട്രാൻസ് ആൽക്കീൻ തരുന്നതായിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് തന്നെ പഠിച്ചു പോകണം. എക്സെപ്ഷണൽ കേസുകൾ വരുന്ന ഇതുപോലെ വളരെ സ്പെസിഫിക് ആയിട്ട് ട്രാൻസ് ആൽക്കീൻ കിട്ടുന്ന ഏത് റിയേജന്റ് ആണ്, സിസ് ആൽക്കീൻ കിട്ടുന്ന ഏതാണ്, അങ്ങനെ വരുന്ന റിയേജൻസ് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോകണം. PSCയിൽ നമുക്ക് നെറ്റിന് ചോദിക്കുന്ന പോലെ ഒരുപാട് വലിയ ക്വസ്റ്റ്യൻസ് ഓർഗാനിക് പാർട്ടിൽ നിന്ന് വരില്ല, കാരണം നമുക്ക് 1 മിനിറ്റേ കഷ്ടി കിട്ടത്തുള്ളൂ. അപ്പം നെറ്റിന്റെ C പാർട്ടിൽ ചോദിക്കുന്ന പോലെ ഒത്തിരി കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. പക്ഷെ നമുക്ക് ചെയ്ത് കിട്ടാവുന്ന എളുപ്പമുള്ള ക്വസ്റ്റ്യൻസേ വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ അവിടെയാണ് 8 മാർക്ക് വരുന്നത്. അതിനുശേഷം പിന്നെ അടുത്ത ഓർഗാനിക് കെമിസ്ട്രി മൊഡ്യൂൾ ആണ്, അവിടെയും 8 മാർക്കാണ്. അവിടെ ഈ പറഞ്ഞ പോലെ റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻസ് നമ്മൾ ഇതുവരെ പഠിച്ചത് മുഴുവൻ വേണം. ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ് വേണം. അതുപോലെ അടുത്തതാണ് ഫിസിക്കൽ, 3ാമത്തെ പാരഗ്രാഫിലുള്ള ലീനിയർ ഫ്രീ എനർജി റിലേഷൻ, ഹാമറ്റ് ഇക്വേഷൻ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. ഹാമറ്റ് ഇക്വേഷനിൽ നിന്ന് ചോദ്യങ്ങൾ ഇപ്പം സെറ്റിനൊക്കെ സ്ഥിരം കണ്ടുവരാറുണ്ട്. റോ കണ്ടുപിടിക്കാനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, റിയാക്ഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനും ഒക്കെ. അപ്പം അത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ റിയേജൻസിന്റെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ ഏറ്റവും നല്ലൊരു കാര്യം
നെറ്റിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. നെറ്റിന്റെ ക്വസ്റ്റ്യൻസിൽ ഒരുപാട് പറഞ്ഞ പോലെ സെക്ഷൻ ബി പാർട്ടിലും സി പാർട്ടിലും ഒത്തിരി വർക്കൗട്ട് ചെയ്യാണ്ടാത്ത രീതിയിലുള്ള റിയേജന്റിന്റെ ക്വസ്റ്റ്യൻ വരും. നമുക്ക് പെട്ടെന്ന് അതായത് കൃത്യമായിട്ട് പ്രോഡക്റ്റ് പ്രഡിക്റ്റ് ചെയ്യണം. അതായത് സിമ്പിൾ റിയാക്ഷൻ ആണ്, പക്ഷെ അവിടുത്തെ ട്വിസ്റ്റ് ആ പെർട്ടിക്കുലർ റിയേജന്റ് ഇന്ന ഒരു പ്രോഡക്റ്റ് തരൂ എന്നുള്ളത് അതിന്റെ പ്രത്യേകതയായിരിക്കും. അത് അറിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യും. റിയേജന്റ് നമ്മൾ പഠിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് നെറ്റിന്റെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നതാണ്. പിന്നെ ക്ലെയ്ഡൻ നല്ല ഒരു ഓപ്ഷൻ ആണ്. അതുപോലെ ക്യാരക്ടേഴ്സും ഈ പറഞ്ഞ ഓക്സിഡേഷൻ, റിഡക്ഷൻ, അതുപോലെ തന്നെ നമ്മളുടെ എന്താണ് അലിലിക് ബെൻസിലിക് ഓക്സിഡേഷൻ, അതിന്റെ എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്യാരക്ടേഴ്സിനകത്തുണ്ട്. അതുപോലെ തന്നെ നോക്കിക്കേ, നിങ്ങൾ സെക്കൻഡ് പാരഗ്രാഫിനകത്ത് ഹ്വാങ് മിൻലോൺ മോഡിഫിക്കേഷൻ, അതുപോലെ ക്ലെംസൺ ആൻഡ് വൂൾഫ് ഫിഷ്നർ റിഡക്ഷൻ, ഈ പറഞ്ഞ ക്ലെംസൺ റിഡക്ഷനിലാണെങ്കിലും വൂൾഫ് ഫിഷ്നറിലാണെങ്കിലും ഹ്വാങ് മിൻലോൺ മോഡിഫിക്കേഷൻ ആണെങ്കിലും സെയിം പ്രോഡക്റ്റ് തന്നെയാണ്, COCH2 ആയിട്ട് മാറുന്നതാണ്. ആകെയുള്ള വ്യത്യാസങ്ങൾ ക്ലെംസനകത്ത് HCl സിങ്ക് യൂസ് ചെയ്യുന്നു, വൂൾഫ് ഫിഷ്നറിനകത്ത് ഹൈഡ്രസീൻ KOH ആണ് യൂസ് ചെയ്യുന്നത്. അത് ഹ്വാങ് മിൻലോൺ മോഡിഫിക്കേഷനിലേക്ക് വരുമ്പോൾ എത്തിലീൻ ഗ്ലൈക്കോൾ സോൾവെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. അപ്പൊ ഇത്രയും അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ആ 3 റിയാക്ഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അവിടെ ആ റിയേജന്റിന്റെ വ്യത്യാസവും ആ പ്രോഡക്റ്റ് കിട്ടുന്നത് മാത്രമാണ്. COCH2 ആയിട്ട് മാറുന്നു, കാർബോണിൽ ഗ്രൂപ്പും മെത്തിലിൻ ഗ്രൂപ്പായിട്ട് മാറുന്നു. പക്ഷെ ഈ 3 റിയാക്ഷനിലും വ്യത്യസ്ത റിയേജന്റുകളാണ്, മോഡിഫിക്കേഷനിൽ സോൾവെന്റ് മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾ വളരെ സ്പെസിഫൈ ചെയ്ത് തന്നെ പഠിച്ചു പോകണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓർഗാനിക് വളരെ എളുപ്പമായിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും, നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ട് മാറും. അപ്പോൾ ഓർഗാനിക് അങ്ങനെ പഠിക്കാം. ദെൻ അടുത്തത് റിട്രോസിന്തറ്റിക് അനാലിസിസ്, ഡിസ്കണക്ഷൻ അപ്രോച്ച്. അതിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങളൊന്നും ഇതുവരെ ഒരുപാടല്ല PSC അങ്ങനെ ചോദ്യങ്ങൾ ആ ഭാഗത്ത് നിന്ന് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. ദെൻ ഗ്രബ്സ് കാറ്റലിസ്റ്റ്, ഉംബോലോ കോൺസെപ്റ്റ്. ഗ്രബ്സ് കാറ്റലിസ്റ്റ് അറ്റ്ലീസ്റ്റ് കാറ്റലിസ്റ്റ് എന്താണെന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ഉംബോലോ കോൺസെപ്റ്റ് പഠിക്കണം, 1,3 ഡയത്തൈൻ പഠിക്കണം. പിന്നെ ഓൾറെഡി ഞാൻ കപ്ലിംഗ് റിയാക്ഷൻസ് പറഞ്ഞു, അത് പഠിക്കണം. പിന്നെ കോപ്പർ റിയേജന്റ്, ടെബെ റിയേജന്റ്. നിങ്ങൾ നോക്കുക, ഈ ഒരു നെയിംഡ് റിയേജന്റ്, ഗ്രിനാർഡ് റിയേജന്റ്, ടെബെ റിയേജന്റ്, അത് എന്താണെന്നുള്ളതും അതിന്റെ ഫോർമുല എന്താണെന്നുള്ളതും അതിന്റെ ഫംഗ്ഷൻ എന്താണെന്നും ഉറപ്പായിട്ടും പഠിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് തേർഡ് മൊഡ്യൂൾ ആണ്, മൊഡ്യൂൾ 6 ഓർഗാനിക് കെമിസ്ട്രി തേർഡ് പാർട്ട് വരുന്നത്. അവിടെ 8 മാർക്കാണ്. അത് വളരെ ഫോട്ടോ കെമിസ്ട്രി, അതുപോലെ തന്നെ പെരിസൈക്ലിക് റിയാക്ഷൻസ്, അത് കൃത്യമായിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും. പ്രെഡിക്റ്റ് ദ പ്രോഡക്റ്റ് ടൈപ്പ് ആയിരിക്കും. നെയിംഡ് റിയാക്ഷൻസ് എല്ലാം കൃത്യമായിട്ട് പഠിച്ചു പോവുക. അതുപോലെ അതിലെ ഫോട്ടോ കെമിസ്ട്രിയിലെ ജബലോൺസ്കി ഡയഗ്രാം, ആ ജബലോൺസ്കി ഡയഗ്രാം നമ്മൾ പഠിക്കണം. അതിനകത്ത് ഫോസ്ഫറസെൻസിന്റെ കണ്ടീഷൻ എന്താണ്, ഫ്ലൂറസെൻസിന്റെ കണ്ടീഷൻ എന്താണ്. ജബലോൺസ്കി ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് അവിടെ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന ട്രാൻസിഷൻസും ഉണ്ട്, റേഡിയേഷൻ എമിറ്റ് ചെയ്യാത്ത ട്രാൻസിഷൻസും ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇന്റർ സിസ്റ്റം ക്രോസിങ്, അതുപോലെ ട്രാൻസിഷൻ, അവിടെ ഒന്നും റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ. നമ്മൾ ചിലപ്പോൾ വലിയ ഫോട്ടോ കെമിസ്ട്രിയുടെ റിയാക്ഷൻ പഠിച്ചു പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആ ജെബലോൺസ്കി ഡയഗ്രാം അങ്ങ് വീഴും. അവിടെ ആ ഇന്റർ സിസ്റ്റം ക്രോസിംഗ് നടക്കുന്ന സമയത്ത് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കില്ലായിരിക്കാം. അപ്പോൾ ആ തരത്തിലൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന ജെബലോൺസ്കി ഡയഗ്രാം പ്രകാരം റേഡിയേഷൻ ഇല്ലാതെ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ ലെസ് ആയിട്ടുള്ള ട്രാൻസിഷൻ ഏതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ നമ്മൾ ഡയഗ്രാംസും കാര്യങ്ങളും പഠിക്കണം. അപ്പോൾ അതുപോലെ തന്നെ വേറെ ഡയഗ്രാം പഠിക്കുമ്പോഴും പ്ലോട്ട് ചെയ്യുന്ന എന്താണ്, XY എന്താണ് പ്ലോട്ട് ചെയ്യുന്നതൊക്കെ കൃത്യമായിട്ട് പഠിക്കാം. ദെൻ പെരിസൈക്ലിക് റിയാക്ഷൻസും അങ്ങനെ തന്നെ. ദെൻ നാച്ചുറൽ പ്രോഡക്ട്സ്, അത് നിങ്ങൾ ഒരുപാട് വാരി വലിച്ചല്ല പഠിക്കേണ്ടത്. ടെർപീൻ, സ്റ്റിറോയിഡ്സ്, ആൽക്കലോയിഡ്സ്, കാർബോഹൈഡ്രേറ്റ്, ആ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പോ പ്രശ്നമുണ്ടോ? ഓക്കെ. അത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അതായത് ഇപ്പൊ ന്യൂക്ലിക് ആസിഡ് ആണെങ്കിൽ DNA RNA ആണ്. എന്താണ് DNA RNA തമ്മിലുള്ള വ്യത്യാസം, അത് പഠിക്കുക. ദെൻ അവിടെ പ്രധാനമായിട്ടും ചോദ്യം വരുന്നത് ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പം വേറൊരു കാര്യമുണ്ട്, PSC എക്സാം ആണ്, കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടൊക്കെ ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് എന്താണ്, ഈ ഒരു DNA ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നടന്നൊരു സംഭവം ഉണ്ടല്ലോ, വാട്സൺ ആൻഡ് ക്രിക്കിൽ ഒരാൾ മരിച്ചില്ലേ, ആരായിരുന്നു? ആർക്കെങ്കിലും അറിയാമോ? വാട്സൺ വാട്സൺ മരണപ്പെട്ടു. അപ്പോ
അങ്ങനെയൊക്കെ ഒരു സാഹചര്യം. നവംബർ 6 പുള്ളിക്കാരൻ, അല്ല നവംബറിലല്ലേ, കഴിഞ്ഞ മാസമായിരുന്നു പുള്ളി മരണപ്പെട്ടത്. അപ്പോൾ പുള്ളിക്കാരൻ ഒരു നോബൽ ലോറേറ്റ് ആയിരുന്നു. DNA ഡബിൾ ഹെലിക്സിന് വേണ്ടിയിട്ടുള്ളതിനായിരുന്നു ആൾക്ക് ഈ പറഞ്ഞ നോബൽ പ്രൈസ് കിട്ടിയത്. അപ്പൊ അതിന്റെ റിലേറ്റഡ് ആയിട്ടൊക്കെ ഒരു ചോദ്യമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോ ഇപ്പോ അദ്ദേഹം എഴുതിയ ബുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കുക. ദെൻ കാരണം ലാസ്റ്റ് ഇടുന്ന എനിക്ക് തോന്നുന്നു സയന്റിഫിക് ഓഫീസറിന്റെ എക്സാമിന് ജേർണലിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ വാട്സൺ ഷെയർ ചെയ്തത് നോബൽ പ്രൈസ് ആരോടൊപ്പമാണ്? ക്രിക്കും അതുപോലെ തന്നെ മോറിസ് വിൽക്കിൻസ് എന്ന് പറഞ്ഞ ഒരാളോടൊപ്പമാണ് 1962 വാട്സൺ നോബൽ പ്രൈസ് ഷെയർ ചെയ്തത്. അപ്പോ അങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ നമുക്ക് ഞാൻ ചോദിക്കുമെന്ന് ഉറപ്പ് പറയല്ല, സാധ്യതയുണ്ട്. കാരണം ലേറ്റസ്റ്റ് ആയിട്ട് നടന്നൊരു സംഭവം ആയതുകൊണ്ട്. അപ്പൊ അദ്ദേഹം ആരോടൊക്കെ ഒപ്പമാണ് ഈ പറഞ്ഞ നോബൽ പ്രൈസ് ഷെയർ ചെയ്തതെന്നൊക്കെ ഒരു ചോദ്യം വരാം. അപ്പൊ നമുക്കിവിടെ ന്യൂക്ലിക് ആസിഡ് കിടപ്പുണ്ട്. നിങ്ങൾ സിലബസിന്റെ ഏറ്റവും താഴെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. It may be noted that apart from the topics detailed above, questions from other topic prescribed for the educational qualification of the post may also appear. അപ്പോ അങ്ങനെയും നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപാട് ഔട്ട് ഓഫ് സിലബസ് എന്നല്ല, ഈ സിലബസിനെ ടച്ച് ചെയ്തിട്ട് തന്നെയുള്ള ചോദ്യം. ഇപ്പൊ ഞാൻ പറഞ്ഞത് എവിടെയും ഈ പറഞ്ഞ കാര്യം പറയുന്നില്ല, പക്ഷെ ന്യൂക്ലിക് ആസിഡ് കിടക്കുന്നത് കൊണ്ട് അത് റിലേറ്റഡ് ആയിട്ട് ഇങ്ങനത്തെയൊക്കെ ചോദ്യം, ഇങ്ങനെ ഒരാള് ഇതിന്റെ ഡിസ്കവറർ മരിച്ചത് കൊണ്ട് വരാനൊരു സാധ്യതയുണ്ട്. പിന്നെ ഈ പറഞ്ഞ DNA ബേസുകളുടെ പ്യൂരിൻ ബേസിന്റെയും പിരമിഡിൻ ബേസിന്റെയും സ്ട്രക്ചർ അറിഞ്ഞിരിക്കുക. തന്നിരിക്കുന്നതിനകത്ത് അഡിനിൻ ഏതാണ്, ഗ്വാനിൻ ഏതാണെന്ന് ചോദിക്കാം. വൈറ്റമിൻസിന് എല്ലാ വൈറ്റമിൻസും അതിന്റെ ഡിഫിഷ്യൻസി ഡിസീസും. ഇപ്പൊ വൈറ്റമിൻ സി എന്താണ്? അസ്കോർബിക് ആസിഡ് ആണ്. അപ്പൊ അങ്ങനത്തെയൊക്കെ വരുന്ന ചോദ്യങ്ങളുണ്ടല്ലോ, നമുക്ക് വേറൊരു നിക് നെയിം ഉള്ള അങ്ങനത്തെയൊക്കെ ചോദ്യങ്ങള്. അതുപോലെ കാർബോഹൈഡ്രേറ്റ് റിലേറ്റഡ് ആയിട്ട്, കാർബോഹൈഡ്രേറ്റ് സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള വൈറ്റമിൻ, അങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ വരാം. ഹോർമോൺ, എൻസൈം, അതുപോലെ കാർബോഹൈഡ്രേറ്റിന്റെ സ്റ്റാർച്ചിന്റെയും സെല്ലുലോസിന്റെയും സ്ട്രക്ചേഴ്സ്, അതിന്റെ എന്താണ് കമ്പോണൻസ്, അങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. അതുപോലെ തന്നെ അടുത്തത് കോമ്പിനറ്റോറിയൽ ഓർഗാനിക് സിന്തസിസും ഡ്രഗ് ഡിസൈൻ ഒക്കെയാണ്. അത് നമ്മൾ ഒരുപാട് അങ്ങ് ഡെപ്തിലേക്ക് പോകുന്നത് നമ്മൾ കടലിലോട്ട് എടുത്തു ചാടുന്ന പോലെ ആയിരിക്കും. അപ്പൊ അവിടെ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളായിരിക്കണം അവിടെ പഠിക്കുന്നത്. ഡ്രഗ് ഡിസൈനിനകത്ത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആന്റഗോണിസ്റ്റ്, എഗോണിസ്റ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ ബേസിക് കാര്യങ്ങളാണ് ആ ഒരു സെക്ഷനിൽ നമ്മൾ പഠിച്ചിട്ട് പോകേണ്ടത്. അടുത്തത് ഫണ്ടമെന്റൽസ് ഓഫ് പോളിമറൈസേഷൻ, അത് പോളിമേഴ്സ്, അത് കൃത്യമായി പഠിക്കുക. സ്ട്രക്ചർ പ്രോപ്പർട്ടി റിലേഷൻ, നമ്പർ ആവറേജ്, മോളിക്കുലർ ആവറേജ് മാസ്, അതുപോലെ വെലോസിറ്റി ആവറേജ് മോളിക്കുലർ മാസ്, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക. എഡ്മാൻസ് മെത്തേഡ് എങ്ങനെയാണ്, അതിന്റെ സീക്വൻസിങ് എങ്ങനെയാണെന്ന് പഠിക്കണം. അതുപോലെ തന്നെ സീഗ്ലർ-നാട്ട കാറ്റലിസ്റ്റിന്റെ ഫങ്ഷൻസ് പഠിക്കണം. അതിന്റെ റിലേറ്റഡ് റിയേജൻസ് പഠിക്കണം. ദെൻ സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ് ആണ്. സ്പെക്ട്രോസ്കോപ്പി വെച്ചിട്ട് എങ്ങനെയാണ് സ്ട്രക്ചർ ലൂസിഡേഷൻ നടത്തുന്നത്, അത് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഡെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്റ്റോർഷൻലെസ്, എൻഹാൻസ് എന്ന് പറഞ്ഞിട്ട്, പോളറൈസേഷൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് ഡെപ്റ്റ് സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്. അതായത് സിഗ്നലുകളെ നമ്മൾ വേർതിരിച്ചെടുക്കുന്നതാണ് പല പല ആംഗിളിൽ. 45 ഡിഗ്രി, 135 ഡിഗ്രിയിൽ വരുമ്പോൾ ഇത്ര സിഗ്നലേ കാണൂ. ഒരിടത്ത് ഇപ്പം CH2, CH3 എല്ലാം സിഗ്നൽ കാണിക്കും. വേറൊരു ആംഗിൾ എടുക്കുമ്പോൾ CHഉം CH3 കാണിക്കത്തുള്ളൂ, CH2 കാണിക്കില്ല. അങ്ങനെയൊക്കെയാണ് ഡെപ്റ്റിന്റെ ഒരു വ്യത്യാസം പോകുന്നത്. അത് നെറ്റിന് ചോദിച്ചിട്ടുണ്ട്. നെറ്റിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും. ഈ കഴിഞ്ഞതിന് മുമ്പ് നടന്ന PSC HSSTയുടെ എക്സാമിന് ഫുൾ ഗേറ്റ് ആൻഡ് നെറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ കഴിഞ്ഞതല്ല, അതിനും തൊട്ട് മുമ്പ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ആ ഒരു പോയിന്റ് ഓർത്ത് വേണം നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ ഇത്രയാണ് ഓർഗാനിക് കെമിസ്ട്രിയുടെ കാര്യങ്ങൾ. അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അധിക സമയം കിട്ടില്ല നമുക്ക്, കാരണം നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോർഷൻസ് തീർക്കണം. നല്ല രീതിയിൽ പ്രിപ്പറേഷൻ നടത്തണം. ഞാൻ പറഞ്ഞല്ലോ PYQs ഇപ്പൊ നമ്മൾ പഠിപ്പിക്കുമ്പോൾ PYQs നമ്മൾ ചെയ്തു തരുമ്പോൾ നമ്മൾ ആ തിയറി അവിടെ എടുത്തില്ല, അങ്ങനെ ചിന്തിക്കരുത്. PYQs പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ തിയറിയും കൂടെ റിലേറ്റ് ചെയ്തായിരിക്കും പറഞ്ഞു പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എല്ലാ യൂണിറ്റുകളുടെയും പ്രിപ്പറേഷന് നമ്മളോടൊപ്പം കൂടുക. അപ്പൊ നിങ്ങളുടെ ഒരു എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. ലാസ്റ്റ് മിനിറ്റ് പോർഷൻ തീർക്കാന്ന് പറഞ്ഞ് നിന്നാൽ അത് പറ്റില്ല. അപ്പൊ ആദ്യം മുതലേ തന്നെ കൃത്യമായിട്ട് പഠിച്ചു പോവാ കേട്ടോ. താങ്ക് യു. ഹരിത മിസ്, മിസ്സേ ഓഡിബിൾ അല്ലേ? മിസ്സേ കേൾക്കുന്നുണ്ട്. ഓക്കെ.
സ്ക്രീൻ കാണാമല്ലോ? യെസ് മാം, കാണാം. ഓക്കെ, നമ്മുടെ ഫിസിക്കൽ കെമിസ്ട്രിയുടെ ഡിസ്കഷൻ ആണ് നോക്കുന്നത്. ഓർഗാനിക് കെമിസ്ട്രി, ഇൻഓർഗാനിക് കെമിസ്ട്രി രണ്ട് ടീച്ചേഴ്സ് പറഞ്ഞു. ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഇതുകൊണ്ട് തന്നെ പല മൊഡ്യൂളുകളായിട്ടാണ് PSC സിലബസ് ഇട്ടേക്കുന്നത്. ഫിസിക്കൽ കെമിസ്ട്രി 1, 2, 3. പിന്നെ അഡീഷണൽ ടോപ്പിക് ആയിട്ടുള്ള കുറച്ച് നമ്മുടെ നാനോ മെറ്റീരിയൽസ്, എറേഴ്സ്, അങ്ങനെ കുറച്ച് ടോപ്പിക്കുകൾ എക്സ്ട്രാ മൊഡ്യൂൾ 10 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാത്തിനും ഓരോ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്ന പ്രത്യേക മാർക്കുകൾ ഉൾപ്പെടെയാണ് പറഞ്ഞേക്കുന്നത്. സോ അത്രയും മാർക്കിനുള്ള ക്വസ്റ്റ്യൻ PSC ചോദിക്കാറുണ്ട്. അപ്പൊ നോക്കിയോ, ആദ്യം നമുക്ക് ഫിസിക്കൽ കെമിസ്ട്രി ഫസ്റ്റ് നോക്കാം. ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. ഗേഷ്യസ് സ്റ്റേറ്റ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ഫിനോമിന, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയൽ ഗ്യാസസിന്റെ ഇക്വേഷൻസ്, വാണ്ടർ വാൾസ് ഇക്വേഷൻ ഒക്കെ PSCയിലെ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. വിരിയാൽ തിയറം ഒക്കെ നെറ്റിന്റെ ഒക്കെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. അപ്പൊ അത് നമുക്ക് ഈ പ്രാവശ്യം ചിലപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത, നിങ്ങൾക്ക് ഡെമോയ്ക്ക് നിബ്ലാമിസ് എടുത്ത ടോപ്പിക്കാണ് സോളിഡ് സ്റ്റേറ്റ്. അതിനകത്തുനിന്ന് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ഏകദേശം 2-3 ടോപ്പിക്കുകൾ, ഇപ്പൊ 2023 പഠിച്ച ക്വസ്റ്റ്യൻ ഇതിലാണെങ്കിലും 2023 നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് 2024 ST ഒള്ളി എന്ന് പറഞ്ഞൊരു എക്സാം വിളിച്ചിട്ടുണ്ടായിരുന്നു. STകൾക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഈ ഒരു ടോപ്പിക്കിലെല്ലാം ഒരു സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് 3 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇവിടെ 5 മാർക്കിന് വന്നതിനകത്തുനിന്ന് സോളിഡ് സ്റ്റേറ്റിൽ റിപ്പീറ്റഡ് ആയിട്ട് ഇത്ര ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ്. സോളിഡ് സ്റ്റേറ്റിൽ ക്രിസ്റ്റൽ സിമെട്രി ആണെങ്കിലും, സോളിഡ്സിന്റെ തിയറീസ് ആണെങ്കിലും, അതിന്റെ പ്രോപ്പർട്ടീസ്, ഡിഫക്റ്റുകൾ, സ്ട്രക്ചർ ഓഫ് ദ ലിക്വിഡ്സ്, XRD, ഇതൊക്കെ നമ്മൾ നന്നായിട്ട് തറവായിട്ട് പഠിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ എല്ലാ CSIR നെറ്റിന്റെ ആണെങ്കിലും ഗേറ്റിന്റെ ആണെങ്കിലും ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക പ്രീവിയസ് ഇയർ. അത് എന്തുകൊണ്ട് നമ്മൾ CSIR നെറ്റിന്റെയോ ഗേറ്റിന്റെ ഒക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമുക്ക് പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ ഇവർക്കും നോക്കുന്ന എല്ലാം ക്വസ്റ്റ്യൻ മോഡലൊക്കെ ഇപ്പം ക്വസ്റ്റ്യൻ ഇടുന്നവർ നോക്കുന്ന ഏതെങ്കിലും ഒരു മോഡൽസ് അങ്ങനെയുള്ള ആയിരിക്കുമല്ലോ, അവൈലബിൾ ആയിട്ടുള്ള ആയിരിക്കും. അപ്പൊ നമ്മളും അത് തന്നെ പ്രാക്ടീസ് ചെയ്യുക. സെറ്റിന്റെ ആണെങ്കിലും എല്ലാം ഒരു നെറ്റിന്റെ ബി പാർട്ടൊക്കെ നമ്മൾ മാക്സിമം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ക്വസ്റ്റ്യനുകളൊക്കെ കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നീറ്റിന്റെ ആണെങ്കിലും കുറച്ച് നോക്കുക. കാരണം നീറ്റ് ബേസ് ചെയ്ത് സിമ്പിൾ ക്വസ്റ്റ്യനുകളും വരാറുണ്ട്. ലിക്വിഡ് ക്രിസ്റ്റലുകളാണ് പിന്നെ വരുന്നത്. അത് കഴിഞ്ഞ് തെർമോഡൈനാമിക്സ് നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. തെർമോഡൈനാമിക്സിന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യനുകൾ വരാറുണ്ട്. എൻട്രോപ്പി ആണെങ്കിലും, ഹെൽമോൺസ് ഇക്വേഷൻ ആണെങ്കിലും, മാക്സ്വെൽ റിലേഷൻ ചോദിച്ചിട്ടുണ്ട്, ഗിബ്സ് ഡുഹം ഇക്വേഷൻ ആണെങ്കിലും, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ എവിടെ നിന്ന് ചോദിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ സിലബസ് നന്നായിട്ട് കവർ ചെയ്ത് പോവുക. ഒരു തെർമോഡൈനാമിക്സിന്റെ ഹോൾ സിലബസ് ഇട്ടിട്ടുണ്ട്. നമ്മൾ നോക്കുവാണെങ്കിൽ പാർഷ്യൽ മോളാർ ക്വാണ്ടിറ്റീസ്, കെമിക്കൽ പൊട്ടൻഷ്യൽ, ഫിഗാസിറ്റി, ആക്ടിവിറ്റി കോഎഫിഷ്യന്റ്, തെർമോഡൈനാമിക്സ് ഓഫ് സൊല്യൂഷൻ, വാൻ ഹോഫ് ഇക്വേഷൻ, ഐസോകോർ ആൻഡ് ഐസോതം, thermodynamics of irreversible processes, fundamentals and advances in the study of phase equilibria, അതുകൊണ്ട് 3 component system, 2 component system ഒക്കെ ചോദിച്ചിട്ടുണ്ട്. 2024 ക്വസ്റ്റിനകത്ത് 3 component സിസ്റ്റത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിൽ നിന്നും നമുക്ക് ഭയങ്കര ഭയങ്കര ഗേറ്റിനൊക്കെ ചോദിക്കുന്നവർക്ക് ഒരു പ്രോബ്ലം ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് നമുക്ക് വരത്തില്ല. എന്നാൽ അതിനകത്തുനിന്ന് കുറച്ച് ക്വസ്റ്റ്യനുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മൾ ഇതിനകത്ത് നിന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് നോക്കുകയാണെങ്കിൽ പാർട്ടീഷൻ ഫംഗ്ഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് അറിഞ്ഞിരിക്കണം, heat capacity of solids and gases, relationship between partition functions and thermodynamics properties. ഇതൊക്കെ നമുക്ക് സ്റ്റാറ്റിക്കൽ തെർമോഡൈനാമിക്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. പിന്നെ കെമിക്കൽ ഇക്വിലിബ്രിയം നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ടോപ്പിക്കാണ് കെമിക്കൽ ഇക്വിലിബ്രിയം. അതുകൊണ്ട് ലോ ഓഫ് മാസ് ആക്ഷൻ, ഇക്വിലിബ്രിയം എക്സ്പ്രഷൻ, സ്റ്റാറ്റിക്കൽ ഡെറിവേഷൻസ് ഒക്കെ. സോ ഇതൊക്കെ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ തന്നെ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ സെക്കൻഡ് മൊഡ്യൂളിനകത്ത് 5 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അഡ്സോപ്ഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അഡ്സോപ്ഷന്റെ ഈ ഒരു 5 മാർക്കിന് ഇത്രയും ടോപ്പിക്കിനകത്ത് ഈ ഒരു ആദ്യത്തെ ഒരു ഏരിയയിൽ, അതായത് അഡ്സോപ്ഷന്റെ ഏരിയയിൽ നിന്നും ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്നും കൈനറ്റിക്സിനകത്തും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് മൂന്നും നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ടി വരും. നമ്മൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ തന്നെ അഡ്സോപ്ഷനകത്ത് മോണോലിയറും മൾട്ടിലിയറും പഠിക്കണം. അത് ബെറ്റും ലാമിയറും എല്ലാം നമ്മൾ നോക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെ സർഫസ് ഏരിയ ഓഫ് സോളിഡ് ഹാർക്കിൻസ് ഡ്യൂറ അബ്സല്യൂട്ട് മെത്തേഡ്, പോയിന്റ് ബി മെത്തേഡ്, ലാമിയർ മെത്തേഡ്, ബെറ്റ് മെത്തേഡ്, പ്രിൻസിപ്പിൾ ഓഫ് LEED,
SEM, TEM ഇങ്ങനെ കുറച്ച് സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡുകൾ നോക്കണം. LEED ഒക്കെ കഴിഞ്ഞ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി, സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പി, ഓവർ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി, ഇതിന്റെയൊക്കെ ബേസിക് ഐഡിയാസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതിനകത്ത് എന്താ യൂസ് ചെയ്യുന്നത്, ചിലതിനകത്ത് ഇലക്ട്രോൺ ബീം വെച്ചിട്ടുള്ളതുണ്ട്. അപ്പം ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, അങ്ങനെ എല്ലാം നമ്മൾ അത് വായിച്ചറിഞ്ഞിരിക്കണം. സോ പിന്നെ നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രിയാണ് വരുന്നത്. ഇലക്ട്രോ കെമിസ്ട്രി നമ്മൾ ഈ ആക്ടിവിറ്റി കോഎഫിഷ്യന്റ് ഓഫ് ഇലക്ട്രോലൈറ്റ് ഉറപ്പായിട്ടും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ ഇനിയും സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് ആക്ടിവിറ്റി കോഎഫിഷ്യന്റിൽ നിന്ന്. അതുകൊണ്ട് ഇലക്ട്രോഡ് കെമിക്കൽ സെല്ല് നമ്മൾ PSCയിൽ ഒരു പ്രോബ്ലം ചോദിക്കുന്ന ഒരു ഏരിയ, കൂടുതലായിട്ടും ചോദിക്കുന്ന ഒരു ഏരിയ ഇലക്ട്രോ കെമിസ്ട്രി ആണ്. അപ്പൊ അതിനകത്ത് തന്നെ നെയിൻസ് ഇക്വേഷൻ, ബട്ട്ലർ വോൾമർ ഇക്വേഷൻ ഒക്കെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഫ്യൂവൽ സെൽസ് ഇപ്പം ഫ്യൂവൽ സെൽസ് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ H2O2 ഫ്യൂവൽ സെല്ല്, സിങ്ക് എയർ ബാറ്ററീസ്, സോളിഡ് ഓക്സൈഡ് ഫ്യൂവൽ സെൽസ്, ഇലക്ട്രോ അനലിറ്റിക്കൽ മെത്തേഡ്, പൊട്ടൻഷ്യോമെട്രി, പോളറോഗ്രാഫി, കണ്ടക്ടോമെട്രി, സൈക്ലോവോൾട്ടാമെട്രി, ഇതിനകത്തൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ കൊളോയിഡ്സിൽ നിന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു സീറ്റ പൊട്ടൻഷ്യൽ, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. പറയുന്നതെന്ന് വെച്ചാൽ ഇനി ചോദിക്കത്തില്ല എന്നല്ല കേട്ടോ, ഇതിനകത്തുനിന്ന് ഇനിയും നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇതൊന്നും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു പോർഷൻ ആണ്. PSCയുടെ ഏത് എക്സാമിലും ഇതിനകത്തു നിന്നൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട്. സോ അടുത്തത് കൈനറ്റിക്സ് ആണ്. കൈനറ്റിക്സിൽ കോംപ്ലക്സ് റിയാക്ഷൻ, സ്റ്റെഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ, റിയാക്ഷൻ റേറ്റുകൾ, അറീനിയസ് ഇക്വേഷൻ, ഫാസ്റ്റ് റിയാക്ഷൻ മെത്തേഡ് ഓഫ് സ്റ്റഡി, പിന്നെ നമ്മുടെ ഈ റിയാക്ഷൻ റേറ്റ്സിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടറുകൾ, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്താണ്, അയോണിക് സ്ട്രെങ്ത് എന്താണ്, കേജ് ഇഫക്റ്റ്, ബ്രോൺസ്റ്റഡ് ജെറം ഇക്വേഷൻ, കൈനറ്റിക് എഫക്ട്സ്, ഹാമറ്റ് ഇക്വേഷൻ, ടാഫ്റ്റ് ഇക്വേഷൻ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. പിന്നെ കെറ്റാലിസിൽ തന്നെ മെക്കാനിസം ആണ്, തിയറി ഓഫ് ഹോമോജീനിയസ് ആൻഡ് ഹെറ്ററോജീനിയസ് കാറ്റലിസ്റ്റ്, ലാക്മിയർ ഹെൻഷെൽകുഡ് മെക്കാനിസം, എൻസൈം കെറ്റാലിസിസ്, ഇത്രയാണ് പറഞ്ഞിട്ടേക്കുന്നത്. ഇപ്പം ദിവ്യ ടീച്ചർ പറഞ്ഞോളെ തന്നെ സിലബസ് പറഞ്ഞേക്കുന്ന ഇത്രേ ഒരു പറഞ്ഞു പോയിട്ടുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ വലിയൊരു ടോപ്പിക് ആയിരിക്കും. നമ്മളിപ്പം ഒരു ക്ലാസ് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ബേസിക് തൊട്ട് അഡ്വാൻസ് ലെവൽ ആണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ ഇതെല്ലാം തന്നെ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ഇതിനകത്തുനിന്ന് എന്താ ആ ഒരു രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാം, ഭയങ്കര അഡ്വാൻസും ചോദിക്കാം. സോ നമ്മള് ആ സിലബസിൽ ഒരു ഇപ്പൊ എൻസൈം കെറ്റാലിസിസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ ബേസിക് അറിഞ്ഞിരിക്കണം. അതിന്റെ ആ ഒരു എന്താ ഡെറിവേഷൻ ഉൾപ്പെടെ എന്നല്ല, അതിന്റെ ഇക്വേഷൻ ലെവൽ വരെ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അടുത്ത ഫിസിക്കൽ കെമിസ്ട്രി 3 നോക്കുകയാണെങ്കിൽ അതും 5 മാർക്കിനാണ് പറഞ്ഞേക്കുന്നത്. അത് ക്വാണ്ടം മെക്കാനിക് ആണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ക്വാണ്ടം മെക്കാനിക്സിൽ ഡി ബ്രോഗ്ലി ഇക്വേഷൻസ്, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾസ്, ക്വാണ്ടം മെക്കാനിക്സിന്റെ പോസ്റ്റുലേറ്റുകൾ, അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ മോഷൻ, ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്, വൈബ്രേഷൻ മോഷൻ, റൊട്ടേഷൻ മോഷൻ, SHO, റിജിഡ് റോട്ടർ, ഇതൊക്കെയാണ് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് അതിനകത്തുനിന്ന് നമുക്ക് എന്താ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. പിന്നെ ഹൈഡ്രജൻ ലൈക്ക് ആറ്റം, മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റം ഒക്കെ നമ്മൾ MSc ലെവലിൽ പഠിച്ചിട്ടുള്ളത്. സോ അതിനൊരു ഡെറിവേഷൻ ഭയങ്കര കട്ടായിട്ടുള്ള നമുക്ക് വേണമെങ്കിലും നിങ്ങൾ ഇതിന്റെ ഗേറ്റിന്റെ നെറ്റിന്റെ ഒക്കെ ഒരു ബി പാർട്ട് ഒക്കെ നിങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾ നോക്കിയിരിക്കണം. അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. നെറ്റിന്റെ കൂട്ട് എന്താ സി പാർട്ടിൽ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ നെറ്റിന്റെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അത്ര അഡ്വാൻസ് ആയിട്ട് നമുക്ക് നോക്കാം. കാരണം നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്താലുള്ള ഗുണം എന്ന് വെച്ചാൽ സിമ്പിൾ ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ടൈം കിട്ടുന്ന അനുസരിച്ചിട്ട് നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുക, ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഈ ഒരു HSSTയില് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ MO ഡയഗ്രാം ഓഫ് ഹോമോ ന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ്, ഇതൊക്കെ ക്വാണ്ടം മെക്കാനിക്കലി ആണ് പറഞ്ഞിരിക്കുന്നത്. ഹെറ്ററോ ന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂളിന്റെ ചോദിച്ചിട്ടുണ്ട്. വേവ് ഫംഗ്ഷൻ ഫോർ മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റംസ്, വേവ് ഇക്വേഷൻ ഫോർ മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റംസ്, സ്പിൻ ഓർബിറ്റൽ, സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ്, വെക്ടർ ആറ്റം മോഡൽ, ടൈം സിമ്പൽ ഒക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്. സെലക്ഷൻ റൂള് നമ്മൾ മുമ്പത്തെ 2023 ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ സെലക്ഷൻ റൂളിൽ നിന്ന് തന്നെ ESR സ്പെക്ട്രോസ്കോപ്പിയുടെ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. സോ അതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ടോപ്പിക്കുകളാണ്. പിന്നെ കെമിക്കൽ ബോണ്ടിങ്, ഡയറ്റോമിക് ആൻഡ് പോളിഅറ്റോമിക് മോളിക്യൂൾസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടേഷൻ കെമിസ്ട്രി എന്ന ക്വസ്റ്റ്യൻസ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം നോക്കിയിരിക്കണം. ചോദിക്കത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് കമ്പ്യൂട്ടേഷൻ മെത്തേഡ്, അബിൻഷ്യോ മെത്തേഡ്, സെമി എംപിരിക്കൽ മെത്തേഡ്, മോളിക്കുലാർ മെക്കാനിക്സ് ഒക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്.
പിന്നെ ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. മീൻസ് എന്താണ് ഈ ഫെർമിയോൺസ് ഏതൊക്കെയാണ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഫെർമി ഡിറാക് സ്റ്റാറ്റിക്സ്, ബോസൈൻസി സ്റ്റാറ്റിസ്റ്റിക്സ്, തെർമോഡൈനാമിക് പ്രോബബിലിറ്റി, ക്വാണ്ടം തിയറി ഓഫ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് കാൽക്കുലേഷൻ, ഡുലോങ് ആൻഡ് പെറ്റിറ്റ്സ് ലോ, കോപ്സ് ലോ ഓഫ് ലിമിറ്റേഷൻ, ഐൻസ്റ്റീൻ തിയറി, ഇതൊക്കെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. എവിടുന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. നമ്മൾ ഇതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കണം, നന്നായിട്ട് ആ ഒരു ടോപ്പിക് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഗ്രൂപ്പ് തിയറി തിബറ്റീസ് നിങ്ങൾക്ക് ഡെമോയ്ക്ക് എടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഗ്രൂപ്പ് തിയറി നമ്മൾ നന്നായിട്ട് കവർ ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. നമുക്ക് നെറ്റിന് പഠിക്കുമ്പോഴൊന്നും നമുക്കറിയാം ഗ്രൂപ്പ് തിയറി നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏത് കെമിസ്ട്രി PG ബേസ് ചെയ്ത എക്സാം ആണെങ്കിലും ഗ്രൂപ്പ് തിയറി നമ്മൾ പഠിച്ചിരിക്കുകയാണ്. സോ അടുത്താണ് ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി. ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിയിൽ മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, രാമൻ, ഇലക്ട്രോണിക്, NMR, ESR, രാമനാണ്, മോസ്ബെയർ ആണ് വരുന്നേക്കുന്നത്. സോ ഓർഗാനിക്കലും ഇനോർഗാനിക്കലും സെയിം സ്പെക്ട്രോസ്കോപ്പി പറഞ്ഞിട്ടുണ്ട്. ഓർഗാനിക്കൽ NMR ഒക്കെ ഡേറ്റ നമ്മൾ ഇപ്പൊ സ്ട്രക്ചർ കണ്ടുപിടിക്കാനാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് വരുന്നത് ഫിസിക്കലി ക്വസ്റ്റ്യൻ വരുന്നത് കാൽക്കുലേഷൻ ആണ്. അബ്സോർപ്ഷൻ ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാണ്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഫ്രാറെഡിന്റെ ഒക്കെ ആ ഒരു ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ഉള്ളത്. സോ അടുത്ത മൊഡ്യൂൾ 10 ആണ്. ഫിസിക്കൽ കെമിസ്ട്രി ഇത്രയാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത എക്സ്ട്രാ ടോപ്പിക്സ് കെമിസ്ട്രിയുടെ ബാക്കിയുള്ള ടോപ്പിക്കിനെ എല്ലാം കൂടെ എടുത്തിട്ട് അനലിറ്റിക്കൽ, എഡ്ഗോണേറ്റർ, മെറ്റീരിയൽ ആൻഡ് സൂപ്രാമോളിക്കുലർ കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ട് മൊഡ്യൂൾ 10 ഇട്ടിട്ടുണ്ട്. 7 മാർക്കിനാണ് കൊടുത്തേക്കുന്നത്. ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യനുകൾ നന്നായിട്ട് ചോദിക്കാറുണ്ട്. എറേഴ്സ് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത പോർഷൻ ആണ്. ആക്യുറസി, പ്രെസിഷൻ. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് എറേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് അത് ലാസ്റ്റ് ഓർഗാനിക്കിന്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് അവിടെ ചോദിച്ചിട്ടുണ്ട്, എറേഴ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എറേഴ്സിന്റെയും ക്വസ്റ്റ്യൻ എല്ലാ പ്രീവിയസ് ഇയറിലും അത് സ്കിപ്പ് ചെയ്യാതെ ആ ഒരു ടോപ്പിക്ക് നമ്മൾ ക്വസ്റ്റ്യൻ ഇടാറുണ്ട്. അപ്പൊ അതിന്റെ T ടെസ്റ്റ്, Q ടെസ്റ്റ്, F ടെസ്റ്റ്, അതുകൊണ്ട് തന്നെ കാൽക്കുലേഷൻ ഫാർ ബൈ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് ഒക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് TG, DTA, DSC. ഇതിന്റെയൊക്കെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ്, ഇതിന്റെ ബേസിക് എങ്ങനെയാണ്, ഇതിന്റെ ഇൻസ്ട്രുമെന്റേഷൻ എങ്ങനെയാണ്, ഇത് ഓരോന്നും എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്നുള്ളത്. ഇതൊക്കെ ഒരു നമ്മൾ മെറ്റൽ കോംപ്ലക്സിനെയൊക്കെ അനലൈസ് ചെയ്യുന്ന നമ്മുടെ സ്പെക്ട്രോസ്കോപ്പി മെത്തേഡ് പോലെ ഒരു അനാലിസിസ് ടെക്നിക്കുകളാണ്. തെർമോഗ്രാവിമെട്രി, കലോറിമെട്രി എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇതൊക്കെ നമുക്ക് നോക്കി വെക്കണം. ജസ്റ്റ് വായിച്ചു പോയി നമുക്ക് കുറച്ച് മനസ്സിലാവുന്ന ടോപ്പിക്കുകളാണ്. അത് കഴിഞ്ഞിട്ടാണ് വരുന്നതാണ് നമ്മുടെ ക്രൊമാറ്റോഗ്രഫി കഴിഞ്ഞ 2024 STക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആക്കുന്നു. അതുകൊണ്ട് 2023 ക്രൊമാറ്റോഗ്രഫിന്ന് ടോപ്പിക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നേ. സോൾവെന്റ് എക്സ്ട്രാക്ഷൻ എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്കിന് പ്രത്യേകത വെച്ചാൽ നമുക്ക് മാർക്ക് പോവാനുള്ള സാധ്യത കുറവാണ്. നമ്മൾ വായിച്ചാൽ മതി, നമുക്ക് കുറച്ച് മനസ്സിലാവും. നമുക്ക് അത് തലയെ കിടക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഒത്തിരി കൺഫ്യൂസിങ് അല്ലാത്ത ടോപ്പിക്കുകളാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ ഈ ക്രൈറ്റ് ടെക്നിക്കാണ് കഴിഞ്ഞ 2024 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗ്രീൻ കെമിസ്ട്രി ഒക്കെ നമ്മൾ ജസ്റ്റ് വായിച്ചു പോവുക. 12 പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി, അതുകൊണ്ട് തന്നെ ഗ്രീൻ സിന്തസിസ്, ഫേസ് ട്രാൻസ്ഫർ കാറ്റലിസ്റ്റിന്റെ ആപ്ലിക്കേഷനുകൾ, ഗ്രീൻ റിയാക്ഷനുകൾ ഏതൊക്കെയാണ്, മൈക്രോവേവിന്റെ പ്രത്യേകതകൾ, സോണിക്കേഷന്റെ ഗ്രീൻ കെമിസ്ട്രിയുടെ ഇൻഫ്ലുവൻസ്, ഇതൊക്കെ നമ്മൾ ഒന്ന് ജസ്റ്റ് ടൈം കിട്ടുന്ന അനുസരിച്ച് വായിച്ച് ക്ലാസ് നിങ്ങൾ പോകും. ഇതൊക്കെ നിങ്ങൾ നമ്മുടെ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന ടോപ്പിക്കുകളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കെമിസ്ട്രി ഓഫ് അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, ലിത്തോസ്ഫിയർ, അതുകൊണ്ട് തന്നെ നാനോ സ്ട്രക്ചേഴ്സ് 1D, 2D, 3D ഇമ്പോർട്ടന്റ് ആണ്. സിന്തസിസ്, ആപ്ലിക്കേഷൻ, നാനോ മെറ്റീരിയൽ. പിന്നെ 2023 കുറെ ക്വസ്റ്റ്യൻ ചോദിച്ച ഒരു ഏരിയ ആണ് കെമിസ്ട്രി ബിക്കെയിം പീസോ ഇലക്ട്രിക്, മാഗ്നറ്റോസ്ട്രിക്റ്റീവ്, ഹാലോക്രോമിക്, ക്രോമോജെനിക്, ഇലക്ട്രോക്രോമിക്. 2-3 ക്വസ്റ്റ്യൻ ഒരുമിച്ച് ചോദിച്ച ഒരു ഏരിയ ആണ് കേട്ടോ. ഇത് സൂപ്രാമോളിക്കുലർ എന്ന് ചോദിച്ചില്ലെങ്കിൽ പോലും ഈ ഒരു ഏരിയയിൽ പീസോ ഇലക്ട്രിക് മെറ്റീരിയലിന്റെ ഏരിയയിൽ നിന്ന് അസർഷൻ ക്വസ്റ്റ്യനുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ എന്താണ് പീസോ ഇലക്ട്രിസിറ്റി മാത്രം അറിഞ്ഞാൽ പോരാ, അതിന്റെ ഒരു കോൺസെപ്റ്റ് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. അതെന്താണ്, ആ മെറ്റീരിയൽ എന്താണ്, അതിന്റെ ഉള്ളിൽ വരുന്ന അതിന്റെ നേച്ചർ എങ്ങനെയാണെന്നുള്ള എല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് അസർഷൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് മാർക്ക് വരും. ഏതാണ് ശരി ഏതാണ് തെറ്റ് നമുക്ക് അറിയണമെങ്കിൽ ആ ഒരു നന്നായിട്ട് നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാവും.
സോ ഇത് ഇത്രയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ സുപ്രാമോളിക്കുലർ കെമിസ്ട്രി ഈ ഇപ്രാവശ്യം അതുകൊണ്ട് ചോദിക്കാം. സുപ്രാമോളിക്കുലർ കെമിസ്ട്രി നോക്കി സിന്തറ്റിക് റിസപ്റ്റേഴ്സ്, സൈക്ലോഡെക്സ്ട്രിൻസ് ഉണ്ടായിരുന്നു, കാലിസാനിൻ, സൈക്ലോട്രെയിൻസ്, ക്രൗൺ ഈതേഴ്സ്, റെക്ടിസൈൻ ആൻഡ് ഡ്രക്കാഷ്. ഇതൊക്കെ നമ്മുടെ PG സിലബസിലുള്ള പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകളാണ്. സോ ഇത് ഇത്രയാണ് അവർ ഇട്ടേക്കുള്ളത്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ജനറൽ ടോപ്പിക്കുകളുണ്ട്. ജനറൽ ടോപ്പിക്കുകൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സോഷ്യൽ വെൽഫെയർ, ജനറൽ നോളജ്, കറന്റ് അഫയേഴ്സ്, ഇതെല്ലാം കൂടെ ബാക്കി മാർക്കിന് 20 മാർക്കിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നതാണ്. സോ ഇത്രയാണ് നമ്മുടെ കെമിസ്ട്രിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ. ഇപ്പം ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഓരോ മൊഡ്യൂളിന് അവർ ഓരോ മാർക്ക് പറഞ്ഞിട്ടുണ്ട്. അത്രയും മാർക്കിന് അവർ ക്വസ്റ്റ്യനുകളും അതിനകത്ത് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഒന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം വിളിച്ചിട്ടേ ഉള്ളൂ. ഒരു 6-7 മാസത്തിനുള്ളിൽ തന്നെ ചിലപ്പോൾ അതിന് മുമ്പേ നിങ്ങൾക്ക് എക്സാം, HSCയുടെ എക്സാം നോട്ടിഫിക്കേഷൻ ആണ്. അതിനുശേഷം HSSC വിളിക്കും. സോ നമുക്ക് പറ്റുന്ന അത്രയും ടൈം നമ്മൾ ഓരോ ദിവസം ഇന്ന ടോപ്പിക്ക് എഴുതുക, അല്ലെങ്കിൽ ക്ലാസ് ഇന്ന ദിവസം ഇന്ന ടീച്ചറുടെ ക്ലാസ്, ഇവിടുത്തെ ക്ലാസ്സിലുള്ള കുട്ടിയാണെങ്കിൽ ആ ക്ലാസ് എഴുതുക. അതിനകത്ത് നിങ്ങൾ ടീച്ചറുടെ ടോപ്പിക്ക് പഠിക്കുക, ടീച്ചർ പറയുന്ന ക്വസ്റ്റ്യൻസ് നോക്കുക, നിങ്ങൾക്ക് കിട്ടാവുന്ന എക്സ്ട്രാ ടോപ്പിക്കുകൾ നിങ്ങൾ കവർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാൻ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫസ്റ്റ് റാങ്ക്, നമ്മൾ എപ്പോഴും ഫസ്റ്റ് റാങ്ക് നോക്കണം. എനിക്ക് മാത്രമേ നമുക്ക് അത്രത്തോളം ഒരു 50, 60, 65 മാർക്കിലൊക്കെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ തന്നെ നമുക്ക് നോക്കുമ്പോൾ 35, 47 ഒക്കെയാണ് നമുക്ക് വരുന്നത്, ഫസ്റ്റ് റാങ്ക് ഒക്കെ വരുന്നത്. അപ്പൊ അതിനേക്കാളും ബെറ്റർ മാർക്ക് നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. സോ നമ്മൾ നന്നായിട്ട് ഹോൾ സിലബസ് നന്നായിട്ട് കവർ ചെയ്യാൻ നമുക്ക് സമയമുണ്ട്. കിട്ടുന്ന ടൈമിൽ നമ്മൾ നന്നായിട്ട് ക്ലാസ് കണ്ട് കവർ ചെയ്തു പോയാൽ നമുക്ക് പറ്റുന്ന ഈ സിലബസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ക്വസ്റ്റ്യനുകൾ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടാണ് ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എല്ലാം നമ്മൾ നോക്കണം. താങ്ക് യു. മിസ്സേ ബാക്കി പറയാം. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഗുഡ് ഈവനിങ് മാം. ക്ലാസ് ടൈമിംഗ് ഒക്കെ എങ്ങനെയായിരിക്കും? ഞാൻ ഇച്ചിരി ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തേ, അതുകൊണ്ട്. ക്ലാസ് ടൈമിങ്ങില് നമ്മളിപ്പം ഒരു ഈവനിങ് 6:30 to 8:30 അതിന്റെ ഇടക്ക് നമ്മൾ ക്ലാസ്സസ് ആപ്പില് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മൺഡേ ടു ഫ്രൈഡേ ആയിരിക്കും നമുക്ക് ക്ലാസ്സസ് ഉണ്ടാവുക. ഈ ഒരു സമയത്ത്, അതായത് എക്സാം നമുക്കിപ്പോ ഇന്ന് ഡേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാറ്റർഡേ സൺഡേസ് ഒക്കെ ക്ലാസ് വെക്കുവാണെങ്കിൽ നമുക്ക് മീൻസ് വെക്കുമായിരിക്കും. പക്ഷെ ഇപ്പൊ നമ്മള് വീക്കെൻഡ്സ് സാധാരണ നമ്മൾ ഓഫ് ഡേ ആയിട്ടാണ് കൊടുക്കാറുള്ളത്. കാരണം ആ ഒരു വീക്കിലുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ച് നമുക്ക് മൺഡേ ഒരു വീക്ക്ലി എക്സാം എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ടാവും. അപ്പൊ ആ വീക്ക്ലി എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ആ ഒരു വീക്ക് എടുത്ത കാര്യങ്ങൾ നമ്മളൊന്ന് പഠിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ സാറ്റർഡേ സൺഡേസ് ഓഫ് കൊടുക്കാറാണ് പതിവ്. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് എക്സാം അടുത്താകുമ്പോഴത്തേക്ക് നമുക്ക് കുറെ അധികം PYQs ഒക്കെ ചെയ്യാനും കുറെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ശനിയാഴ്ചകളൊക്കെ നമുക്ക് ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആയിരിക്കുന്നതായി. പിന്നെ വേറെ ലൈവ് സെഷൻസ് ഉണ്ടാവുമോ ഇടയ്ക്ക്, അതെയോ റെക്കോർഡ് ക്ലാസ്സസ് ആണോ? ലൈവ് സെഷൻസ് നമുക്ക് കണ്ടക്ട് ചെയ്യാവുന്നതാണ്, കണ്ടക്ട് ചെയ്യും. ലൈവ് സെക്ഷൻ നമ്മൾ ഓരോ ടോപ്പിക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. ലൈവ് സെക്ഷൻ നമ്മൾ ഓരോ ടോപ്പിക്ക് വരുമ്പോഴും കൊടുക്കുന്നുണ്ട്. ഇല്ല ടീച്ചറെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ നമ്മൾ അങ്ങനെയല്ലേ? അതെ അതെ അതെ. ഓക്കെ മാം, ഓക്കെ. വേറെ ആർക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറയാട്ടോ. ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ സെർച്ച് ചെയ്തിട്ട് കണ്ടെത്തണോ, അതോ
നമ്മൾ പ്രൊവൈഡ് ചെയ്യും? PYQs കൂടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് വീഡിയോ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. PYQ എന്ന് പറയുമ്പോ നെറ്റ് ഉൾപ്പെടെ ഉണ്ടാവോ അതോ അതെ അതെ, പ്രീവിയസ് നെറ്റ് ഗേറ്റ് എല്ലാം ഉൾപ്പെട്ടുകൊണ്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? ഓരോ ദിവസം ഓരോ വീഡിയോ ആണോ അപ്ലോഡ് ആവുക? എത്ര ഡ്യൂറേഷന്റെ വീഡിയോ ആയിരിക്കും എന്ന് പറയാൻ പറ്റും? അതായത് ഓരോ ദിവസവും ചില ദിവസങ്ങളിൽ നമുക്ക് 2 വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. പക്ഷെ എന്തായാലും ഒരു 30 മിനിറ്റ്സ് വീഡിയോ ഡെയിലി ഉണ്ടായിരിക്കുന്നതാണ്. നമ്മള് ടോപ്പിക്കിനനുസരിച്ചൊക്കെയാണ് നമ്മള് 2 വീഡിയോ ഉണ്ടാവും അതോ 3 ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് നമ്മള് സാധാരണ അങ്ങനെയാണ് ചെയ്യാറ്. കാരണം ചിലപ്പം ഒന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പിട്ട് ഒരു 30 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞാൽ നമുക്കത് നെക്സ്റ്റ് വീഡിയോ എന്തായാലും ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ നമ്മള് അന്ന് തന്നെ അത് അപ്ലോഡ് ചെയ്തിട്ട് തരുന്നതായിരിക്കും. അതല്ല ഒരു ടോപ്പിക് വൈസ് നമുക്ക് ആ ഒരു 30 മിനിറ്റ്സിൽ കവർ ചെയ്യുകയാണെങ്കിൽ നമ്മള് ചില സാഹചര്യങ്ങളിൽ ഒരു വീഡിയോ തന്നെ കൊടുക്കാറുണ്ട്. ഏറ്റവും മാക്സിമം സിലബസ് കവർ ചെയ്യും വിത്ത് PYQs. അങ്ങനെയാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഏരിയ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? ഹായ് മിസ്സേ, അങ്ങനെയാണെങ്കിൽ വൈൻഡപ്പ് ചെയ്താലോ നമുക്ക്? ചെയ്യാം മിസ്സേ. ഏരിയ ആർക്കെങ്കിലും